നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയാണല്ലേ. 2013 അതായത് NDA ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ അനേകങ്ങളായിട്ടുള്ള അഴിമതികൾ നടന്നു വന്നിരുന്നു. തൊഴിലാളികളുടെ പേരിൽ വ്യാജ ലിസ്റ്റുകൾ ഉണ്ടാക്കി പലരും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പണം കൈപ്പറ്റിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതും ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നതും. മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകൾ തുടങ്ങണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടു. ഭാരതത്തിലെ എല്ലാ പൗരന്മാരും ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷം കളിയാക്കി. പക്ഷേ അതിലൂടെ ഗവൺമെന്റിനും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും ഇടയിലെ ആ തേർഡ് പാർട്ടിയെ ഒഴിവാക്കാനും ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന പണങ്ങൾ കൃത്യമായി ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാനും ഗവൺമെന്റിന്റെ ഓരോ പണ ഇടപാടുകളും വളരെ സുതാര്യമാക്കാനും സാധിച്ചു. കൃത്യമായി ഒരു രൂപ പോലും പുറത്തു പോകാതെ മുഴുവൻ പൈസയും തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ തുടങ്ങി. ഗ്രാമീണ മേഖലകളിൽ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ തൊഴിലാളികൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കും. തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതി മറ്റ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുമായി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഇതിലൂടെ തൊഴിലവസരങ്ങൾ കൂടുതൽ ലഭിക്കും. തൊഴിലിടങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് കാത്തിരിക്കേണ്ടി വരില്ല. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന കുപ്രചരണങ്ങളിൽ വീഴാതിരിക്കുക.